ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ആണ്, അഥവാ ഡ്യുവാലിറ്റി മെത്തേഡ് എന്ന് പറയും. അപ്പൊ എന്താണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് വെച്ചാൽ, ഏതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനും ഒരു ഡ്യുവൽ ഉണ്ടായിരിക്കും. അതായത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഡ്യുവൽ എന്ന് വിളിക്കുക. ഏതെന്നാണോ നമ്മൾ അങ്ങനെ ഒരു ഡ്യുവൽ ഉണ്ടാക്കുന്നത് അതിന് പ്രൈമൽ എന്ന് വിളിക്കും. അപ്പം ഏതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിക്കോട്ടെ അതിനൊരു ഡ്യുവൽ LPP ഉണ്ടായിരിക്കും. അതായത് ഒരു ഇരട്ട എന്നൊക്കെ പറയില്ല, അതേപോലെ. അതായത് ആദ്യത്തത് സോൾവ് ചെയ്യണതിന് പകരം നമുക്ക് അതിന്റെ ഡ്യുവൽ എന്ത് ചെയ്താൽ മതിയാവും, സോൾവ് ചെയ്താൽ മതിയാവും. അപ്പൊ എങ്ങനെയത് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയാന്ന് വെച്ചാൽ, നമുക്ക് ചില സമയത്ത് ചില ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിന് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരുമ്പം അതിന് കണ്ടുപിടിക്കാൻ കുറേ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കുറേ വേരിയബിൾ ഒക്കെ ഉള്ളതായിട്ട് വരാം, അല്ലെങ്കിൽ കുറേ ഇക്വേഷൻസ് കൺസ്ട്രെയിൻസ് ഉള്ളതായിട്ടൊക്കെ വരാം. അപ്പൊ അതിനെ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഡ്യുവൽ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ആ ഡ്യുവലിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ LPPക്ക് സൊല്യൂഷൻ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അതായത് ഒരു LPPന്റെ പ്രൈമല് അതിന്റെ ഡ്യുവൽ. ഓക്കെ, പ്രൈമല് മിനിമൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഡ്യുവൽ എന്തായിരിക്കും, മാക്സിമൈസേഷൻ ആയിരിക്കും. ഇനി പ്രൈമൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഡ്യുവൽ എന്തായിരിക്കും, മിനിമൈസേഷൻ ആയിരിക്കും. പിന്നെ കൺസ്ട്രെയിൻസിന്റെ എണ്ണം, ഇപ്പം M കൺസ്ട്രെയിൻസും N വേരിയബിൾസും ആണെങ്കിൽ, പ്രൈമലിന് N വേരിയബിൾസും M കൺസ്ട്രെയിൻസും ആണെങ്കിൽ ഡ്യുവലിന് നേരെ തിരിച്ചായിരിക്കും, M വേരിയബിൾസും N കൺസ്ട്രെയിൻസും ആയിരിക്കും. ഇപ്പം പ്രൈമലിന് 2 വേരിയബിളും 3 ഇക്വേഷനും ആണെങ്കിൽ ഡ്യുവലിന് എന്തായിരിക്കും, 3 വേരിയബിളും 2 ഇക്വേഷൻ ആയിട്ട് മാറും. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ള കൺസ്ട്രെയിൻസ് ഒക്കെ, പ്രൈമലിലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഒക്കെ ഡ്യുവലിൽ വരുമ്പോൾ എന്താവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കും അതിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടാവുക. പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും ചേഞ്ച് ചെയ്യും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രൈമലിൽ മാക്സിമൈസ് ആണെങ്കിൽ ഡ്യുവലിൽ എന്താ ഉണ്ടാവുക, മിനിമൈസ് ഉണ്ടാവുക. ഇനി പ്രൈമലിൽ മിനിമൈസ് ആണെങ്കിൽ ഡ്യുവലിൽ മാക്സിമൈസ് ആണ് ഉണ്ടാവുക. അപ്പം നമുക്ക് എങ്ങനെയാണത് ഒരു പ്രൈമല് കിട്ടിയാൽ അതിന് ഡ്യുവൽ എഴുതുക എങ്ങനെയാന്ന് നോക്കാം. അത് ആ ഡ്യുവൽ എഴുതാൻ അറിഞ്ഞാൽ മാത്രം മതി നമുക്ക്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. Z is equal to minimize. Z is equal to 1200x1 plus 800x2 subject to eight x1 plus 2x2 greater than or equal to 24, 18x1 plus 2x2 greater than or equal to 20, 14x1 plus 6x2 greater than or equal to 18, 20x1 plus 80x2 greater than or equal to 40, x1 x2 greater than or equal to 0. ഇതാണ് നമ്മുടെ എന്ത് LPP. അപ്പൊ ഇതിനൊരു ഡ്യുവൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പ്രൈമൽ എന്ന് വിളിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു ഡ്യുവൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡ്യുവൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോ. ഫസ്റ്റത്തെ കണ്ടീഷൻ ഇതാണ്, ഇത് മിനിമൈസ് ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും, ഡ്യുവൽ എന്തായിരിക്കും, മാക്സിമൈസ് ആയിരിക്കും. അപ്പം Z ഈക്വൽ ടു എന്നുള്ളതിനൊരു ഞാൻ വേറെ പേര് കൊടുക്കുന്നു, G is equal to എന്ന് പേര് കൊടുക്കും. ഞാൻ x1 x2 x3 ഒക്കെ y-ഉം y2 ഒക്കെ ആയിട്ട് മാറ്റി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 1 2 3 4 4 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ ഡ്യുവലിലേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും, 4 വേരിയബിൾസ് ആയിട്ട് മാറും. ഓക്കെ, 4 ഇക്വേഷൻസ് 4 വേരിയബിൾസ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഉണ്ടാവുക നോക്കുക, ശ്രദ്ധിച്ചോ. 24y1 പ്ലസ് 20y2 പ്ലസ് 18y3 പ്ലസ് 40y4. എവിടുന്നാ വന്നേ നോക്കിയേ, ഈ ഓരോ ഇക്വേഷൻസ് എന്തായിട്ട് മാറും, വേരിയബിൾസ് ആയിട്ട് മാറുന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടെ 24y1 പ്ലസ് 20y2 പ്ലസ് 80y3 പ്ലസ് 40y4. അപ്പൊ ഇവിടുന്ന് ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായത്. പിന്നെ സബ്ജക്റ്റ് ടു
എത്ര ഇക്വേഷൻസ് ഉണ്ടാവുക നോക്കിയാൽ x1 x2 രണ്ട് വേരിയബിൾ ആണ്. ആ വേരിയബിൾസ് തന്നെ ഇവിടെ എന്തായിട്ട് മാറും? ഇക്വേഷൻസിന്റെ എണ്ണമായിട്ട് മാറും. അപ്പൊ ഇനി രണ്ട് ഇക്വേഷൻസ് ആണ് ഉണ്ടാവുക. ഇക്വേഷൻസ് എഴുതുന്നത് നോക്കിക്കോ. ഈ x1 ഇങ്ങനെയുള്ള ഈ x1കളൊക്കെ ഇങ്ങനെയൊക്കെ എഴുതുക. അതായത് 8y1 plus 18y2 plus 14y3 plus 20y4. പിന്നെ ഇവിടെയൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1200. അതുപോലെ 2y1 plus 2y2 plus 6y3 plus 80y4 less than or equal to 800, where y1 y2 y3 y4 are greater than or equal to 0. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്യുവൽ എന്ന് വിളിക്കുക. ഇത് പ്രൈമലിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഡ്യുവൽ. ഇത് സോൾവ് ചെയ്താലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയൊക്കെ ഇത് വന്നത് നോക്കിയാൽ 24 20 18 40 24 20 18 40. അതുപോലെ രണ്ട് വേരിയബിൾ x1 x2 രണ്ട് വേരിയബിൾ ആയതുകൊണ്ട് രണ്ട് ഇക്വേഷൻ ആയിട്ട് മാറി. ഇത് 4 ഇക്വേഷൻ എന്തായിട്ട് മാറി? 4 വേരിയബിൾസ് ആയിട്ട് മാറി. അപ്പൊ 8y1 plus 18y2 plus 14y3 plus 20y4. 2y1 2y2 6y3 80y4. ലെസ് ദാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ ഇവിടെ എന്താണ്? ലെസ് ദാൻ. ഈക്വൽ ടു ആയിട്ട് 1200 800. ഇതിനെയാണ് ഡ്യുവൽ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലടാ? സെറ്റിന് പകരം ജി കൊടുത്തു. അത് വേറെ ഒരു നമ്മൾ x1 x2 തന്നെ കൊടുത്ത് കൺഫ്യൂഷൻ ആവരുതല്ലോ. അപ്പൊ നമ്മളൊരു വേറെ നെയിം കൊടുത്താണ് ജി നാക്കിയതാണ്. ഇവിടെ x1 x2 ഒക്കെ ഉള്ളതിന് പകരം നമ്മൾ y എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളെ മിനിമൈസേഷൻ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കണം. അതുപോലെ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കണം. അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കി മാറ്റണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്യുവൽ കാണാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെയൊക്കെ കൺസ്ട്രെയിൻസ് ഒരുപോലെയല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അപ്പം മിനിമൈസ് ആണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതിന്റെ കൺസ്ട്രെയിൻസ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കി മാറ്റണം. എന്നിട്ട് മാത്രമേ ഡ്യുവൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ പറ്റുള്ളൂ. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇവിടെ മാക്സിമൈസ് ആണെങ്കിൽ എല്ലാത്തിന്റെയും കൺസ്ട്രെയിൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണം. അങ്ങനെ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്യുവൽ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ തന്നെ വേറെ എക്സാമ്പിൾ കാണോ? ഇനി ഒരു എക്സാമ്പിൾ ഇതിൽ കാണിച്ചു തരാം. എന്നിട്ട് മറ്റേല് maximize z is equal to 120x1 plus 30x2 plus 10x3 subject to 10x1 plus 2x2 plus x3 less than or equal to 100, 7x1 plus 3x2 plus 2x3 less than or equal to 77, 2x1 plus 4x2 plus x3 less than or equal to 80, x1 x2 x3 greater than or equal to 0. അപ്പോൾ ഇതിനെ എന്ത് കാണണം? ഡ്യുവൽ കാണണം. അപ്പോൾ ഇവിടെ ഓൾറെഡി മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ. മാക്സിമൈസിൽ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. മിനിമൈസ് ആവണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കിയിട്ട് മാത്രമേ ഡ്യുവൽ കാണാറ്റുള്ളൂ. ഒരു മാക്സിമൈസ് ആണ്. ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഡ്യുവൽ എഴുതാൻ പറ്റും. ഇവിടെ മാക്സിമൈസ് ചെയ്യുമ്പോൾ ഡ്യുവൽ എന്താവും?
മിനിമൈസ് ആവും z ഈക്വൽ ടു എന്ന് പറയാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേറെ പേര് കൊടുക്കുന്നു, g is equal to എങ്ങനെയായിരിക്കും വരിക 100y1 plus 77y2 plus 80y3. ഓക്കെ, അടുത്തത് സബ്ജക്റ്റ് ടു എന്തായിരിക്കും 10y1 plus 7y2 plus 2y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്താവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, അതായത് മിനിമൈസിന്റെ എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരിക, വിച്ച് ഈസ് 120. അടുത്തത് 2y1 plus 3y2 plus 4y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. അടുത്തത് y1 plus 2y2 plus y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. y1 y2 y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇനി മിനിമൈസ് അല്ലെ മാക്സിമൈസിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ വരിക അല്ലെങ്കിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒരു സമയം വരിക, അല്ലെങ്കിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ഒക്കെ വരുന്ന കേസുകൾ ഉണ്ടാവും. ആ സമയത്ത് മാക്സിമൈസ് ആണെങ്കിൽ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് മാറ്റണം, മിനിമൈസ് ആണെങ്കിൽ അതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് മാറ്റണം. എന്നിട്ട് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മള് ഡ്യുവല് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം നോക്കാം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, maximize z is equal to 4x1 plus 3x2 subject to 2x1 plus 3x2 less than or equal to 16, 4x1 plus x2 greater than or equal to 10, x1 x2 greater than or equal to 0. ഓക്കെ, ഇത് മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ. ഇതിന് ഡ്യുവല് കാണണം, പക്ഷെ ഡ്യുവല് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ഡ്യുവല് കാണുമ്പോൾ മാക്സിമൈസ് ആണെങ്കിൽ അതെന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണം. ഇവിടെ ഈ എന്താ വന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ മാറ്റണം, എന്താക്കി മാറ്റണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. എങ്ങനെ മാറ്റാം, ഇതിനെ മൊത്തത്തിൽ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതെന്തായിരിക്കും, ഇനീക്വാലിറ്റി ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതായത് -4x1 minus x2 less than or equal to -10 എന്ന് എഴുതാൻ പറ്റും. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, എഴുതാം. ആ ഇക്വേഷന് മൊത്തത്തിൽ, ആ ഇനീക്വാലിറ്റീനെ മൊത്തത്തിൽ -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതായത് -4x1 minus x2 less than or equal to -10 എന്ന്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഫോർമുല ആയി അല്ലെ, അതായത് maximize z equal to 4x1 plus 3x2 subject to 2x1 plus 3x2 less than or equal to 16 minus 4x1 minus x2 less than or equal to -10, x1 x2 greater than or equal to 0. അപ്പൊ ഡ്യുവൽ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒരു LPP ആ ഫോമിൽ തന്നെയാണ് വന്നത്. മാക്സിമൈസ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം അതിന്റെ എന്ത്. ഓക്കെ, ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യാ, ഡ്യുവൽ എഴുതുക. ഡ്യുവൽ എഴുതുമ്പോൾ എന്തായിരിക്കും, മാക്സിമൈസ് എന്നുള്ളത് മിനിമൈസ് എന്നാവും. g is equal to 16y1 minus 10y2 subject to 2y1 minus 4y2 greater than or equal to 4, 3y1 minus y2 greater than or equal to 3, y1 y2 greater than or equal to 0. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം ഇങ്ങനെയാണ്, ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആണോ എന്ന് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് -1 കൊണ്ട് ആ ഇനീക്വാലിറ്റീനെ മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. ഇനി വേറൊരു കേസ് വരും, ലെസ് ദാനും ഗ്രേറ്റർ ദാനും അല്ലാണ്ട്
ഈക്വൽ ടു വരുന്ന കേസ് ഉണ്ടാവാം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. ഈക്വൽ ടു വരുന്ന കേസ്, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. മിനിമൈസ് z equal to 4x1 plus 2x2 plus x3 subject to x1 plus x2 less than or equal to 10, 3x1 plus x2 plus x3 greater than or equal to 23, 7x1 minus x3 equal to 6, x1, x2, x3 greater than or equal to 0. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഡ്യുവൽ ചെയ്യണം. നമ്മൾ ഇതിന്റെ ഡ്യുവൽ കാണണമെങ്കിൽ ആദ്യം ഇതെന്ത് ചെയ്യണം? നമുക്ക് ഡ്യുവൽ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് മിനിമൈസ് ആണെങ്കിൽ എന്ത് വരണം? മിനിമൈസ് ആണെങ്കിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരണം. എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലാത്ത ഇവിടെ ഒരാളുണ്ട്, ഇനിയോ ഇവിടെ വേറൊരാളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? മൈനസിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണമെങ്കിലുള്ള പ്രശ്നം 7x1 മൈനസ് x3 ഈക്വൽ ടു 6 എന്ന് പറയുന്നതിന് നമ്മൾ രണ്ടെണ്ണാക്കിയിട്ട് എന്ത് ചെയ്യും? മാറ്റും. അതായത് 7x1 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മാറ്റണം. അതായത് 7x1 മൈനസ് x3 ഈക്വൽ ടു 6 നമ്മൾ രണ്ടെണ്ണാക്കും. 7x1 minus x3 less than or equal to 6, 7x1 minus x3 greater than or equal to 6 എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണാക്കിയിട്ട് മാറ്റി. നമുക്ക് എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ മിനിമൈസ് ആയതുകൊണ്ട് all inequalities should be greater than or equal to ആയിരിക്കണം അല്ലെ? എല്ലാ ഇനീക്വാലിറ്റിയും greater than or equal to ആവണം. അപ്പൊ നമ്മൾ എല്ലാ ഇനീക്വാലിറ്റിയും greater than or equal to ആക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇത് എങ്ങനെ വരും? ഇതിനെ മൊത്തത്തില് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതായത് മൈനസ് x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 10 ഒരു ഇക്വേഷൻ ആയി. ഇത് ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി അതിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അടുത്തതോ, ഇത് ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി ഇതിൽ ചേഞ്ച് വരുത്തണം അല്ലെ? ഇത് കാരണം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ എങ്ങനെ വരും? മൈനസ് 7x1 പ്ലസ് x3 greater than or equal to minus 6. അപ്പം എല്ലാം greater than or equal to ആയി കഴിഞ്ഞു. അതായത് നമ്മുടെ പ്രൈമൽ നമ്മൾ എഴുതി, പ്രൈമൽ കണ്ടുപിടിച്ചു. മിനിമൈസ് z is equal to 4x1 plus 2x2 plus x3 subject to minus x1 minus x2 greater than or equal to minus 10, 3x1 plus x2 plus x3 greater than or equal to 23, minus 7x1 plus x3 greater than or equal to minus 6, 7x1 minus x3 greater than or equal to 6 എന്ന് പറഞ്ഞ് 4 എന്ത് കൺസ്ട്രെയിൻസോട് കൂടി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് എഴുതാം? അതിന്റെ ഡ്യുവൽ എഴുതാം. അപ്പൊ എങ്ങനെയാ വരിക നോക്കാം. കാണിച്ചത് പ്രൈമൽ ഞാൻ ഇത് മായ്ച്ച് ഞാൻ ഇവിടെ എഴുതുകയാണ്. പ്രൈമൽ മിനിമൈസ് z equal to 4x1 plus 2x2 plus x3 subject to എന്തൊക്കെയാണ്? മൈനസ് x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു മൈനസ് 10, പിന്നെ 3x1 പ്ലസ് x2 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 23. ഓക്കെ, അടുത്ത എന്താ വരിക? 7x1 minus 7x1 plus x3 greater than or equal to minus 6. അടുത്തത് 7x1 minus x3 greater than or equal to 6. Last one x1 x2 x3 greater than or equal to 0. ഓക്കെ അല്ലേ? അതായത് പ്രൈമലിന്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതി നമ്മുടെ തന്ന ഇക്വേഷൻസിനെ. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡ്യുവൽ എഴുതാം. ഡ്യുവൽ എഴുതാം. മിനിമൈസ് എന്താവും? maximize ആവും. g is equal to minus 10 y1 plus 23 y2 minus 6 y3 plus 6 y4 subject to minus y1 plus 3 y2
minus 7y3 plus 7y4 less than or equal to 4. അതുപോലെ minus y1 plus y2, ഇവിടെ y2 എന്ന് x2 എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തതുകൊണ്ട് plus 0y3, ഇവിടെ x2 ടേം ഇല്ലാത്തതുകൊണ്ട് plus 0y4 less than or equal to 2. അടുത്തത് ഇവിടെ y3 x3ന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 0y1 plus y2, ഇവിടെ x3ന്റെ ടേം ഉണ്ട്, plus y3, ഇവിടെ x3ന്റെ ടേം ഉണ്ട്, minus y4 less than or equal to 1. y1 y2 y3 greater than or equal to 0. ഓക്കെ ആണോ? ഏത് 0y1 വന്നതോ? ഓക്കെ, പറഞ്ഞുതരാം. സെക്കൻഡ് മൈനസ് x1 മൈനസ് x2, ഓക്കെ, 3x1 x2 x3 മൈനസ് 7x1 x3 ഇക്വേഷൻ എഴുതിയാൽ അത് എവിടെയോ ഒരു പ്രശ്നം വന്നോ സംശയമുണ്ട്. അതായത് 7x1 minus x3 minus 7x1 plus x3. നോക്ക്, എടാ ഈ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മളെ ഇവിടെ x1 ഇവിടെ x1 ഇവിടെ x1 ഇവിടെ x1 നാലെണ്ണത്തിൽ x1 ഉണ്ട്. അപ്പം മൈനസ് 1y1 3y1 സോറി മൈനസ് y1 പ്ലസ് 3y2 മൈനസ് 7y3 പ്ലസ് 7y4. ഓക്കെ, എല്ലാത്തിലും x1 ഉണ്ട്. പക്ഷെ ഇതിൽ x2 ഉണ്ട്, ഇവിടെ x2 ഉണ്ട്, ഇതിൽ x2 ഇല്ല, ഇതിലും എന്തില്ല, x2 ഇല്ല. അപ്പൊ ഇവിടെ x2 ഉള്ളത് കൊണ്ട് ഇവിടെ ശരിക്കും x2ന്റെ ടേം എങ്ങനെയാ വരിക? 0x2 എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ടാവും. ഇവിടെയും 0x2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. അപ്പൊ ഇവിടെ x2ന്റെ വേരിയബിൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ x2ന്റെ കോയിഫിഷ്യന്റുകൾ ചേർത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അതായത് x2ന്റെ ഇവിടുത്തെ കോയിഫിഷ്യന്റ് -1 അതാണ് -y1. ഇവിടെയോ 1y2, ഇവിടെ 1x2 അല്ലേ, അപ്പൊ 1y2. ഇവിടെയോ x2ന്റെ കോയിഫിഷ്യന്റ് 0 ആണ്, അപ്പൊ 0y3. ഇവിടെ x2 ഇല്ല, അപ്പൊ 0 ആണ് കോയിഫിഷ്യന്റ്, അപ്പൊ 0y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. പിന്നെ അടുത്ത ഇക്വേഷനിലേക്ക് വരുമ്പം x1 കഴിഞ്ഞു, x2 കഴിഞ്ഞു, അടുത്ത x3 വരാം. ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എന്തില്ല, x3 ഇല്ല. x3 ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ 0x3 ആണ്, 0 ആണ് അതിന്റെ കോയിഫിഷ്യന്റ്. അപ്പൊ നമ്മൾ 0y1. ഇവിടെ x3 ഉണ്ട്, 1 ആണ് അതിന്റെ കോയിഫിഷ്യന്റ്, അപ്പൊ 1y2 അഥവാ y2. ഇവിടെ x3 ഉണ്ട്, 1 ആണ് അതിന്റെ കോയിഫിഷ്യന്റ്, അപ്പൊ 1y3. ഇവിടെ -1 ആണ് കോയിഫിഷ്യന്റ്, അപ്പൊ -y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ വാല്യൂ കോയിഫിഷ്യന്റ് 1 ആണ് എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ ആദ്യം പ്രൈമൽ എഴുതുമ്പോൾ നമ്മൾ എന്തായാലും എന്തായിരിക്കണം, നമ്മുടെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ മിനിമൈസേഷൻ ആണെങ്കിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവണം, മാക്സിമൈസേഷൻ ആണെങ്കിൽ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്കൊരു പ്രൈമലിന് ഡ്യുവൽ എഴുതാൻ പറ്റും, ഡ്യുവലിന് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, പ്രൈമൽ എഴുതാൻ പറ്റും. അപ്പൊ ഡ്യുവലിന്റെ ഡ്യുവൽ കണ്ടാൽ നമുക്ക് തിരിച്ചെന്ത് കിട്ടും, പ്രൈമൽ കിട്ടും. അതായത് ഇതിൽ നിന്ന് ഡ്യുവൽ എഴുതിയാൽ ഇത് കിട്ടും, ഇതിൽ നിന്ന് ഡ്യുവൽ എഴുതിയാൽ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അതായത് ഡ്യുവലിന്റെ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, പ്രൈമൽ ആയിരിക്കും. ഡ്യുവൽ ഓഫ് ഡ്യുവൽ ഈസ് കോൾഡ് പ്രൈമൽ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ആണ്. ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് അത് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആ പ്രോബ്ലത്തിന്റെ ഡ്യുവൽ കണ്ടുപിടിക്കുക. എന്നിട്ട് സാധാരണ നിങ്ങൾ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡിൽ അതെന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ എങ്ങനെയാ ഉണ്ടാവുക, സോൾവ് ദ LPP യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്നാണ് ഉണ്ടാവുക. സോൾവ് ദ LPP യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്, minimize z is equal to 2x1 plus x2 subject to 3x1 plus x2 greater than or equal to 3, 4x1 plus 3x2 greater than or equal to 6, x1 plus 2x2 greater than or equal to 3, x1 x2 greater than or equal to 0. അപ്പോൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ എന്ത് കാണും, ഡ്യുവൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡ്യുവൽ കാണുമ്പോൾ ഇത് മിനിമൈസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആ ഡ്യുവൽ കാണുമ്പോൾ എന്തായിരിക്കും, ഡ്യുവൽ കാണുമ്പോൾ മാക്സിമൈസ് ആവും. മാക്സിമൈസ് g is equal to എങ്ങനെയായിരിക്കും, 3y1 plus 6y2 plus 3y3 സബ്ജക്ട് ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻസ് വരിക എങ്ങനെയാണ്, 3y1 plus 4y2 plus y3 less than or equal to 2. അതുപോലെ y1 plus 3y2 plus 2y3 less than or equal to 1. പോരാത്തതിന് y1 y2 y3 greater than or equal to 0 എന്ന് എഴുതി. അപ്പോൾ ഒരു ഇതിനെ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ എന്ത് കാണും, ഡ്യുവൽ കാണും. ഡ്യുവൽ കാണുന്നതിന്റെ മുന്നേ ഇവിടെ മിനിമൈസ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ അത് അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ, ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറ്, അത് തന്നെയാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് 3y1 plus 4y2 plus y3 plus s1 ഈക്വൽ ടു 2 എന്നാവും. അതുപോലെ പ്ലസ് s1 0 s1. അതുപോലെ y1 plus 3y2 plus 2y3 plus 0 s2 is equal to 1 എന്നാവും. 0 അല്ലല്ലോ, പ്ലസ് s1 മതി. 0 s2 നമ്മൾ ചേർക്കണം. s1 is equal to 2, s2 is equal to 1. നമ്പർ ഓഫ് z എന്താവും, z is equal to 3y1 plus 6y2 plus 3y3 plus 0 s1 plus 0 s2. Number of variables become 0 ചെയ്യുമ്പം number of variables become 0 ചെയ്യുമ്പം become 0. Number of variables become 0 is equal to എന്താ വരിക, total number of variables 1 2 3 4 5 minus 2 അഥവാ 3 കിട്ടും. അതായത് x1 x2 അല്ലല്ലോ, ഇവിടെ y1 ആണ്. y1 y2 y3 equal to 0. y1 y2 y3 equal to 0 എന്ന് കിട്ടുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, s1 is equal to 2, s2 is equal to 1 എന്ന് കിട്ടും. അതൊക്കെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ചെയ്ത അതേ കാര്യങ്ങളാണ്. ഇനി നമ്മൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ടേബിൾ ഉണ്ടാക്കുന്നു. അത് ഉപയോഗിച്ച് ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ബേസിക്സ്, കോയിഫിഷ്യന്റ്, ബേസിക് വേരിയബിൾസ്, x1 x2 x1 അല്ലല്ലോ ഇവിടെ y1, ഇവിടെ yb എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, y1 y2 y3 s1 s2 തീറ്റ. ബേസിക് വേരിയബിൾസ് കൊടുക്കുമ്പോൾ ഏതൊക്കെയാണ്, s1 s2 കോഎഫിഷ്യന്റ് 0 0.
ബേസിക് വാല്യൂസ് 2 1. ഇക്വേഷൻസ് എഴുതുമ്പോൾ 3 1, അതുപോലെ 4 3, അതുപോലെ 1 2, പിന്നെ 1 0 0 1 ആസ് യൂഷ്വൽ. പിന്നെയോ CJ കോഎഫിഷ്യന്റ് CJ y1ന്റെ കോഎഫിഷ്യന്റ് 3 4 1 സോറി 3 6 3 3 6 3 0 0. ZJ 0 0 0 into 3 0 1 into 3 0. അതായത് ഇവിടെ കംപ്ലീറ്റ് എന്താ വരിക 0 ആണ് വരിക. ഡെൽറ്റ J is equal to CJ minus ZJ 3 6 3 0 0. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? നമ്മൾ സാധാ ചെയ്യുന്ന കാര്യം തന്നെ, വേറെ ഒന്നും അതിലധികമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇൻകമിങ് വെക്ടർ എടുക്കുന്നു. ഇൻകമിങ് വെക്ടർ ആയിട്ട് ഇവിടെ ആരാ വരിക എന്ന് വെച്ചാൽ ഹയസ്റ്റ് പോസിറ്റീവ് നമ്പർ 6 ആണ് വരിക. ഇതായിരിക്കും നമ്മുടെ ഇൻകമിങ് വെക്ടർ. y2 ഇൻകമിങ് വെക്ടർ ആവും. ഔട്ട് ഗോയിങ് വെക്ടർ ആരാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 2 divided by 4 ചെയ്യും, which is 0.5. അതുപോലെ 1 divided by 3 ചെയ്യും. 1 divided by 3 ആണ് 0.3 0.3. ഹയസ്റ്റ് ലോവസ്റ്റ് പോസിറ്റീവ് നമ്പർ ഇതായതുകൊണ്ട് ഔട്ട് ഗോയിങ് വെക്ടർ S2 ഔട്ട് ഗോയിങ് വെക്ടർ ആവും, പകരം y2 ഇൻകമിങ് വെക്ടർ ആവും. അപ്പൊ S1 S2 പകരം y2 കൊടുക്കുന്നു. കോഎഫിഷ്യന്റുകൾ 0 ആയും y2ന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, 0 6. ഇത് മൊത്തത്തിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 1/3 1 2/3 0 1/3 എന്ന് വരും. പിന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2/3 5/3, അതുപോലെ ഇത് 1 ആയതുകൊണ്ട് ഇത് 0 ആയിരിക്കും. മൈനസ് 5/3 1 മൈനസ് 4/3 എന്ന് കിട്ടും. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. വീണ്ടും CJ കാണുന്നു 3 6 3 0 0. ZJ കാണുന്നു. ZJ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറുകൾ 2 6 4 0 മൈനസ് 2 സോറി 0 2 എന്നാണ് കിട്ടുക. അപ്പം ഡെൽറ്റ J കാണുമ്പം 3 മൈനസ് 2 1 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇവിടെ -1 ആയിരിക്കും, 0 ആയിരിക്കും, -2 ആയിരിക്കും. ഇൻകമിങ് വെക്ടർ ഓൾ ഡെൽറ്റ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ്, അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ് ഒപ്റ്റിമം ആവുക. ഇവിടെ ഓൾറെഡി ഒരു 1 വന്നിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഇൻകമിങ് വെക്ടർ ഇതായിരിക്കും. ഇൻകമിങ് വെക്ടർ കണ്ടാൽ ഔട്ട് ഗോയിങ് വെക്ടർ കാണാൻ വേണ്ടി നമ്മൾ 2/3 divided by 5/3 ചെയ്യും. 2/3 divided by 5/3 ചെയ്യും. ആൻസർ കിട്ടുക 2/5 ആവും. പിന്നെയോ 2/5 ആവും. അടുത്ത 1/3 divided by 1/3 ചെയ്യും. 1/3 divided by 1/3 ചെയ്താൽ 1 ആണ് കിട്ടുക. ലോവസ്റ്റ് പോസിറ്റീവ് വാല്യൂ 2/5 ആയതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ പിവോട്ട് വാല്യൂ. അതായത് ഇൻകമിങ് വെക്ടർ ആയിട്ട് y1 വരും, ഔട്ട് ഗോയിങ് വെക്ടർ ആയിട്ട് S1 പോവും. അതായത് S1 ഇവിടുന്ന് പോയിട്ട് പകരം ആര് വരും? y1 വരും. ഇവിടെ y1 y2, ഇവിടെ കോഎഫിഷ്യന്റ് y1ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, 6. ആ വാല്യൂ മൊത്തം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ മൊത്തം 5/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആൻസറുകൾ 2/5 1 0 പിന്നെ 0 1 0 -1 3/5 -4/5. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, മൊത്തത്തിൽ 5/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ കിട്ടുന്ന വാല്യൂസ് 1/5 0 1 1 -1/5 3/5. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. വീണ്ടും CJ കാണുന്നു. CJ 3 6 3 0 0 ആണ്. ZJ നമ്മൾ കാണുമ്പോൾ അതിന്റെ വാല്യൂസ് കിട്ടുന്നത് 363 3/5 6/5 3/5 6/5.
അതായത് ഡെൽറ്റ ജെ കാണുമ്പോൾ 0 0 0 minus 3/5 minus 6/5. All delta j are less than or equal to 0 ആയതുകൊണ്ട് solution optimum ആയി. All delta j are less than or equal to 0 ആകുമ്പോൾ solution optimum ആവും. Therefore our solution എന്താണ്? y1 is equal to 2/5, y2 is equal to y1 is equal to 2/5, y2 is equal to 1/5. y1 is equal to 2/5, y2 is equal to 1/5 എന്നാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ സൊല്യൂഷന്റെ വാല്യൂ ജിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ജി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കിയത് നമ്മൾ 3y1 plus 6y2 plus 3y3 ആണ്. 3y1 plus 6y2 plus 3y3 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? 3 into 2/5 plus 6 into 1/5 എന്ന് കിട്ടും. അതായത് 6/5 12/5 ആണ് എന്ത് കിട്ടുക? 12/5 ആണ് ആൻസർ കിട്ടുക. പക്ഷെ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജി ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ അല്ല നമുക്ക് തന്നത്. നമുക്ക് തന്ന ഇക്വേഷൻ ഏതായിരുന്നു? z is equal to 2x1 plus x2. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. z is equal to 2x1 plus x2. ഇതിന് സൊല്യൂഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അതായത് z is equal to 2x1 plus x2 എന്ന് പറഞ്ഞിട്ട് തന്ന ക്വസ്റ്റ്യന്റെ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ആക്കി അതിന്റെ ഡ്യുവൽ കണ്ടു. ഡ്യുവൽ കണ്ടിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കാണുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടാൽ പോരാ, ഇതിന്റെ സൊല്യൂഷൻ കാണണം. അതിന്റെ സൊല്യൂഷൻ കാണണമെങ്കിൽ നമുക്ക് x1 എന്താണ് x2 എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ x1 x2 എന്താണെന്ന് അറിയാൻ ഇത്രയേ ഉള്ളൂ. നമ്മളെ സ്ലാക്ക് വേരിയബിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വാല്യൂസ് ഇവിടെ s1 ഉം s2 ആണ്. ആ s1 ന്റെയും s2 ന്റെയും ഡെൽറ്റ ജെ വാല്യൂസ് നോക്കുക. അതിലെ സിമ്പിൾസ് നിങ്ങൾ ഒഴിവാക്കിയേക്കുക. s1 ന്റെ s2 ന്റെയും ഡെൽറ്റ ജെ വാല്യൂസ് നോക്കുമ്പോൾ ഏതൊക്കെയാ? 3/5 ഉം അതുപോലെ 6/5 ഉം ആണ്. അപ്പൊ നമ്മൾ x1 ആയിട്ട് 3/5 എടുക്കും, x2 ആയിട്ട് 6/5 എടുക്കും. where z is equal to 2 into 3/5 plus 6/5. ആൻസർ കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. എന്ത്? 12/5 തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ x1 x2 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3/5 ഉം 6/5 ആയിരിക്കും. എവിടുന്നാ കിട്ടിയത്? ഈ ഡെൽറ്റ ജെ എന്നാണ് ആ വാല്യൂസ് എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? അപ്പം ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്.